ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കുറച്ച് പെൻസിലുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പം ഈ പെൻസിലുകൾ ഡ്രോയിങ്ങിൽ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഈ 3 പെൻസിലുകൾ മെക്കാനിക്കൽ പെൻസിലാണ്. അതിനകത്ത് നമ്മൾ ലെഡ് ഇട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫേബർ കാസ്റ്റലിൻ്റെ 0.5 mm സൈസിലുള്ള ഒരു മെക്കാനിക്കൽ പെൻസിലാണ്. ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ലെഡ് 0.5 mm ട്യൂബി ലെഡാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതും പെൻഡലിൻ്റെ ഗ്രാഫിക്കൽ സീരീസിലുള്ള ഒരു മെക്കാനിക്കൽ പെൻസിലാണ്. ഇതും 0.5 mm സൈസാണ്. പക്ഷേ ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെഡ് പെൻഡലിൻ്റെ തന്നെ 0.5 mm 4B ലെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പെൻഡലിന് തന്നെ ഗ്രാഫിക്കൽ സീരീസിലുള്ള 0.35 mm സൈസിലുള്ള മെക്കാനിക്കൽ പെൻസിൽ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 0.35 mm HB ലെഡ്. ഇത് സ്റ്റെഡ്ലറിൻ്റെ ഒരു ഓർഡിനറി HB പെൻസിലാണ്. ഈ കാണുന്ന 4 പെൻസിലുകൾ സ്റ്റെഡ്ലറിൻ്റെ മാസ് ലൂമോഗ്രാഫ് എന്ന സീരീസിലുള്ള പെൻസിലുകളാണ്. 4 ഗ്രേഡ് പെൻസിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് HB, അതേപോലെ തന്നെ 2B, 4B, 8B. ഇത് ഫേബർ കാസ്റ്റലിൻ്റെ 9000 സീരീസിലുള്ള ഗ്രാഫൈറ്റ് പെൻസിലാണ്. ഇവിടെ ഞാൻ 4 ഡിഫറെൻറ്റ് ഗ്രേഡ്സ് പെൻസിലാണ് എടുത്തിരിക്കുന്നത്. HB, 2B, 4B ആൻഡ് 8B. ഇത് ക്രീറ്റാക്ലർ എന്ന ബ്രാൻഡിൻ്റെ ഫൈൻ ആർട്ട് ഗ്രാഫൈറ്റ് പെൻസിലാണ്. ഇവിടെ എൻ്റെ കയ്യിലിപ്പം 2 ഗ്രേഡ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, 9Bയും 6B. ഞാനിവിടെ ഒരു ചാർട്ട് വരച്ച് ഓരോ പെൻസിലുകളുടെയും ഡേറ്റ ഇവിടെ ആഡ് ചെയ്തിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ആദ്യം ഫേബർ കാസ്റ്റലിൻ്റെ 9000 സീരീസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ പെൻസിലുകളുടെ ലെഡ് ഒരല്പം ഹാർഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെ ഇതിൻ്റെ ലെയറിങ് വളരെ സ്മൂത്താണ്. പെൻസിലുകളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന B എന്ന വാല്യൂ അതിൻ്റെ ഡാർക്ക്നെസ്സിനെയും H എന്ന വാല്യൂ അതിൻ്റെ ലൈറ്റ്നെസ്സിനെയും സൂചിപ്പിക്കുന്നു. ബിയുടെ വാല്യൂ കൂടി വരുന്നതിനനുസരിച്ച് ഡാർക്ക് വാല്യൂ കൂടി വരികയും Hൻ്റെ വാല്യൂ കൂടി വരുന്നതിനനുസരിച്ച് അതിൻ്റെ ലൈറ്റ് വാല്യൂസ് കൂടി വരികയും ചെയ്യും. ഞാനിനി ഉപയോഗിക്കുന്നത് 4B പെൻസിലാണ്. എല്ലാ ഗ്രേഡ് പെൻസിലുകൾക്കും ഓൾമോസ്റ്റ് സെയിം പ്രഷറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. പെൻസിലിൻ്റെ ലെഡ് നല്ല ഹാർഡായതുകൊണ്ട് തന്നെ ബ്രേക്കേജ് ഇഷ്യൂ തീരെ ഇല്ല ഇവിടെ. ഇനി ലെയർ ചെയ്ത ഗ്രാഫൈറ്റ് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ്. പെൻസിലുകളുടെ ലെഡ് കുറച്ച് ഹാർഡാണ്, എങ്കിലും ലെയറിങ്ങും അതേപോലെ തന്നെ ബ്ലെൻഡിങ്ങും വളരെ ഈസിയാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷിംഗ് ആണ് നിങ്ങൾക്കിവിടെ ബ്ലെൻഡ് ചെയ്താൽ കിട്ടുന്നത്. സിമിലർ വേയിൽ തന്നെ ഞാൻ സ്റ്റെഡ്ലറിൻ്റെ മാസ് ലൂമോഗ്രാഫ് എന്ന സീരീസിലുള്ള പെൻസിലുകളുടെ ഓരോ ഗ്രേഡായിട്ട് ഞാനിവിടെ ലെയർ ചെയ്യുകയാണ്. ഫേബർ കാസ്റ്റൽ പോലെ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ലെയറിങ്ങും അതേപോലെ തന്നെ ബ്ലെൻഡിങ് പ്രോപ്പർട്ടീസും എല്ലാം വളരെ മികച്ചത് തന്നെയാണ്. ഇതിൻ്റെ ലെഡ് ഫേബർ കാസ്റ്റിനേക്കാളും കുറച്ചുകൂടെ സ്മൂത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മേജർ ഡിഫറൻസ് ഞാൻ നോട്ടീസ് ചെയ്തത് സെയിം ഗ്രേഡ് പെൻസിലുകൾ, അതായത് ഫേബർ കാസ്റ്റൽ HBയെക്കാട്ടിലും കുറച്ചുകൂടെ ഡാർക്ക് വാല്യൂസാണ് സ്റ്റെഡ്ലറിൻ്റെ HB പെൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. അതേപോലെ തന്നെ സ്റ്റെഡ്ലറിൻ്റെ 8B പെൻസിലുകളിൽ കാർബൺ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഡാർക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലെൻഡിങ് പ്രോപ്പർട്ടീസും വളരെ മികച്ചതാണ്. സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് നമുക്ക് ഈ പെൻസിൽ വെച്ച് സാധ്യമാണ്. നെക്സ്റ്റ് ക്രീറ്റാക്ലറിൻ്റെ 6B അതേപോലെ തന്നെ 9Bയും ഓൾമോസ്റ്റ് സെയിം പ്രഷറിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ഫേബർ കാസ്റ്റൽ, സ്റ്റെഡ്ലർ എന്നീ ബ്രാൻഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്രീറ്റാക്ലറിൻ്റെ പെൻസിലുകൾ വളരെ സോഫ്റ്റാണ്. ഇതിൻ്റെ ലെഡുകളുടെ ഈ സോഫ്റ്റ്നെസ് കൂടുതലായതുകൊണ്ട് തന്നെ ബ്രേക്കേജ് ഇഷ്യൂ ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. സോഫ്റ്റ് ലെഡ് ആയതുകൊണ്ട് തന്നെ ലെയർ ചെയ്യാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യാനും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇവിടെയില്ല. ഇവിടെ ഞാൻ ഒബ്സർവ് ചെയ്ത മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പെൻസിലുകൾ ഭയങ്കര ഷൈനിയാണ്. ഈ ഒരു ഷൈനി എഫക്റ്റ് ആ ഡ്രോയിങ്ങിൻ്റെ ഒരു ഭംഗി തന്നെ ഇല്ലാതാക്കും. ഫേബർ കാസ്റ്റലോ സ്റ്റെഡ്ലറോ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ക്രീറ്റാക്ലർ എന്ന ഈ ബ്രാൻഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പേഴ്സണലി സ്റ്റെഡ്ലറാണ് എനിക്ക് കൂടുതൽ ഉപയോഗിക്കാൻ ഇഷ്ടം. എന്നിരുന്നാൽ തന്നെ ഡ്രോയിങ്ങിൻ്റെ ആവശ്യമനുസരിച്ച് ഫേബർ കാസ്റ്റലും സ്റ്റെഡ്ലറും ഞാൻ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് 0.5 mm 2B മെക്കാനിക്കൽ പെൻസിൽ ലെയർ ചെയ്ത് നോക്കാം. മെക്കാനിക്കൽ പെൻസിലുകൾക്ക് വുഡൻ കേസിംഗ് പെൻസിലുകളേക്കാൾ കൂടുതൽ ഡാർക്ക്നെസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും. ഞാൻ മുകളിൽ യൂസ് ചെയ്ത 2B ഗ്രേഡിനെക്കാട്ടിലും വളരെ മികച്ച ഡാർക്ക്നെസ് ആണ് ഇവിടെ മെക്കാനിക്കൽ പെൻസിൽ വെച്ച് എനിക്കിവിടെ കിട്ടുന്നത്.
മെക്കാനിക്കൽ പെൻസിലുകൾ വെച്ച് ഷെയ്ഡ് ചെയ്യുമ്പോൾ കഴിവതും വളരെ സ്ലോയിൽ തന്നെ ഷെയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലൈൻസുകൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. കോൺസ്റ്റൻറ്റ് വിഡ്ത്തിലുള്ള ലൈൻസുകളാണ് നിങ്ങൾക്ക് ഡ്രോയിങ്ങിൽ ആവശ്യമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള മെക്കാനിക്കൽ പെൻസിലുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഫൈൻ ഡീറ്റെയിൽസ് വരയ്ക്കാനും മുടി വരയ്ക്കാനും ഒക്കെ ഈ പെൻസിലുകൾ ഉപയോഗിച്ചാൽ നമ്മളുടെ ഡ്രോയിങ് കുറച്ചുകൂടെ നമുക്ക് ഈസി ആക്കാൻ സാധിക്കും. അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓവറായാൽ ലെഡ് ബ്രേക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി 0.5 mm 4B ലെഡ് ഉപയോഗിച്ച് നമുക്കൊന്ന് ലെയർ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളതിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ലെഡാണ് ഈ 4B പെൻസിലിൻ്റേത്. ഈ പെൻസിലുകളുടെ ഡാർക്ക്നെസ് ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. ഫേബർ കാസ്റ്റലിൻ്റെ വുഡൻ കേസ് പെൻസിലുകളുടെ 8B ഗ്രേഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ലെവല് ഡാർക്ക്നെസ് ഈ 4B ഗ്രേഡ് വെച്ച് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഈ പെൻസിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് ഹെയർ വരയ്ക്കാനും ഐബ്രോസ് വരയ്ക്കാനും ഒക്കെയാണ്. അതേപോലെ തന്നെ ഡാർക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, ഒരു സ്മൂത്ത് എഫക്റ്റിലുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പെൻസിൽ യൂസ് ചെയ്യാറുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് 0.35 mm സൈസിലുള്ള ഒരു HB ഗ്രേഡ് മെക്കാനിക്കൽ പെൻസിലാണ്. അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ സൈസിൽ ഇട്ടുള്ള പെൻസിലാണിത്. വളരെ ഫൈനായിട്ടുള്ള ലൈൻസ് വരയ്ക്കാനും അതേപോലെ തന്നെ എക്സ്ട്രീം സ്മോൾ ഡീറ്റെയിൽസ് വരയ്ക്കാനും ഒക്കെയാണ് ഈ ടൈപ്പ് പെൻസിൽ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇത് അങ്ങനെ കാര്യമായിട്ട് എല്ലാ ഡ്രോയിങ്ങിലും യൂസ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് ചെറിയ സൈസ് ഡ്രോയിങ്ങിൽ മാത്രമാണ് ഇത് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. നിങ്ങളിവിടെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, നമ്മൾ ആദ്യം ഉപയോഗിച്ച 2 മെക്കാനിക്കൽ പെൻസിലുകളെക്കാളിലും വിഡ്ത്ത് കുറഞ്ഞ ലൈൻസാണ് ഈ ഒരു പെൻസിലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പോർട്രേറ്റ് ഡ്രോയിങ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പെൻസിൽ തന്നെയാണ് ഇത്. പ്രത്യേകിച്ച് മുടി വരയ്ക്കാനും അതേപോലെ തന്നെ ഐബ്രോസ്, ഐലാഷസ്, സ്കിന്നിൻ്റെ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ വരയ്ക്കാൻ ഈ പെൻസിലുകൾ നിങ്ങൾക്ക് സഹായകമാകും. അടുത്തായിട്ടൊരു ഓർഡിനറി HB പെൻസിലാണ്. യൂഷ്വലി ഞാൻ ഈ പെൻസിലുകൾ സ്കെച്ചിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പോർട്രേറ്റ് വരയ്ക്കുന്നതിന് മുമ്പുള്ള സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെൻസിൽ കൂടുതലും യൂസ് ചെയ്യുന്നത്. ചില സാഹചര്യങ്ങളിൽ ബേസ് ലെയറായിട്ട് പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ബേസ് ലെയറായിട്ടും ഞാൻ ഈ പെൻസിൽ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഈ മെക്കാനിക്കൽ പെൻസിലുകളുടെ എല്ലാം ബ്ലെൻഡിങ് പ്രോപ്പർട്ടീസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളരെ നൈസ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ആദ്യം ഉപയോഗിച്ച വുഡൻ കേസ് പെൻസിലുകളെക്കാട്ടിലും കുറച്ചുകൂടെ ഡാർക്ക് വാല്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ബ്ലെൻഡിങ്ങും വളരെ മികച്ചത് തന്നെയാണ്. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം പറഞ്ഞതുപോലെ തന്നെ അധികം സ്പീഡിൽ ഷെയ്ഡ് ചെയ്യാതിരിക്കുക. വളരെ സ്ലോയിൽ സാവധാനം ലൈൻസുകൾ തമ്മിൽ അധികം ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം നിങ്ങൾ അത് ഷെയ്ഡ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഒരു നല്ല ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻസിലുകളും അവയുടെ പ്രത്യേകതകളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റൻ്റായി ലഭിക്കുവാനായി തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.